പറയാനുള്ളത്. ആരും ഇനിയും ആരാരെ കുറ്റപ്പെടുത്തിയൊന്നും വരണ്ട. ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോളൂ. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ എന്താ അത്ര തെറ്റ്? പുള്ളി പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ തന്നെ ആലോചിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് വെച്ചാൽ ഓൾറെഡി 3 അബോർഷനൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ കൺസീവ് ആയിട്ട് ഉണ്ടായതാണ് ഇവളെ പ്രഗ്നൻ്റ് ആയി 2ാമത്തെ ആഴ്ച മുതൽ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. അത് ചെറുത്, വളരെ ചെറുത്. പിന്നെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? അത് പിന്നെ 1 ദിവസമായി, 2 ദിവസമായി, അത് പിന്നെ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, അങ്ങനെ അത് ഞാൻ പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയായി. രസല്ലേ നമുക്കിങ്ങനെ കുത്തുമ്പോൾ ഉള്ളൊരു സുഖം. ആ സുഖം നമുക്ക് വേറെ എവിടെ കിട്ടും? നോട്ട് പോയിന്റേ, ഞാൻ ഗർഭിണി ആയതുകൊണ്ടും എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ടും മാത്രം കിട്ടിയ സുഖമാണത്. അത് വേറെ ആർക്കും കിട്ടൂല. പിന്നെ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ഡെലിവറിയോടെ അതിൻ്റെ ഇടയ്ക്ക് പലതവണ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, 3-4 ദിവസം അഡ്മിറ്റ് ആകുന്നു, തിരിച്ചു വരുന്നു. അതും അവസാനമായപ്പോൾ വികസിക്കുന്നില്ല പോലും. ട്യൂബ് ഇടണം. എന്ത് ട്യൂബ് ഇടാൻ? ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ് അല്ലേ? അതിനിപ്പോൾ ഇത്ര വികസിക്കേണ്ട കാര്യമുണ്ടോ? ട്യൂബ് ഇടേണ്ട കാര്യമുണ്ടോ? ഉച്ചങ്ങ് പോകുന്നോളില്ലേ? എന്നാലും ട്യൂബെങ്കിൽ ട്യൂബ് ഇരട്ടേന്ന് വിചാരിച്ചു. അതൊരു രസമാണല്ലോ. അപ്പോൾ കിട്ടുന്നൊരു സുഖം വേറൊരു സുഖമാണല്ലോ. അതൊരു സുഖമായിരുന്നു എനിക്ക്. പ്രസവം കഴിഞ്ഞു. ഭയങ്കര സുഖമായിരുന്നു. ഒരു വേദന എന്ന് പറഞ്ഞാൽ ഉണ്ടാകില്ല. ഞാൻ പോകുന്നു, പ്രസവിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതായിരുന്നു ഞാൻ കേട്ടോ. മാരാര് പറഞ്ഞതിന് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇങ്ങനെ തന്നെയായിരുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ 3 മാസം ഞാൻ ഇരുന്നിട്ടില്ല. നല്ല സുഖമായിരുന്നേ. 3 മാസം ഞാൻ ഇരുന്നിട്ടേ ഇല്ല. പണിയായിരുന്നു. ഇരിക്കാനൊന്നും നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് തോന്നുന്നു, നമ്മൾ ഇരിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു നേരെ കിടക്കാനും പറ്റത്തില്ലായിരുന്നു. ചെരിഞ്ഞ് മാത്രമേ കിടക്കാൻ പറ്റുള്ളായിരുന്നു. ചിലപ്പം എന്നെ പോലെ പ്രസവിച്ചവർക്ക് ഇതേ ബുദ്ധിമുട്ടുണ്ടായവർക്കൊക്കെ അത് മനസ്സിലാവും. എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാവില്ല. പിന്നെ മാരാരെ പോലുള്ളവർക്ക് പ്രത്യേകം മനസ്സിലാവും. അവരാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പേർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആരും ഇനി ആരാരെ കുറ്റപ്പെടുത്തിയൊന്നും വരണ്ട. ഒരാൾ സത്യസന്ധമായിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞതിന് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ. പിന്നെ ഇപ്പോൾ എന്തിനാ ഒരാളെ കുറ്റം പറയുന്നത്? പുള്ളി പറഞ്ഞതാ കറക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതന്നെ കറക്റ്റ്, സത്യം.